തലസ്ഥാന ജില്ലാ വികസനത്തിന് മുൻതൂക്കം നൽകി എസിവിയും ഫെഡറേഷൻ ഓഫ് റെസിഡൻസ് അസോസിയേഷനും തമ്മിൽ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. വികസന കാര്യങ്ങളിലും ജീവകാരുണ്യ പ്രവർത്തനത്തിലുമൊക്കെ ഇനി എസിവിക്കൊപ്പം ഫ്രാറ്റിന്റെയും പിന്തുണയുണ്ടാകും. തലസ്ഥാന ജില്ലയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ടാണ് എസിവിയും ഫെഡറേഷൻ ഓഫ് റെസിഡൻസ് അസോസിയേഷനും തമ്മിൽ കൈകോർത്തിരിക്കുന്നത്. റെസിഡൻസ് അസോസിയേഷനുകളിലെ അംഗങ്ങളുടെയും കുടുംബത്തിന്റെയും കലാകായിക അഭിവൃദ്ധിക്കും സാമൂഹ്യ സുരക്ഷ, മെച്ചപ്പെട്ട അയൽബന്ധം തുടങ്ങിയ കാര്യങ്ങളിലും എസിവി ഫ്രാറ്റ് കൂട്ടായ്മ ഇനി മുതൽ ശ്രദ്ധ പതിപ്പിക്കുമെന്ന് ഏഷ്യാനെറ്റ് സാറ്റ്കോം വൈസ് പ്രസിഡന്റ് എബ്രഹാം ഉദൂബ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഞങ്ങളുടെ റെഗുലർ ആക്ടിവിറ്റീസും കവറേജിലും കൂടെ ഇവിടുത്തെ ലോക്കൽ ഇഷ്യൂസിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ട്. വി വിൽ കണ്ടിന്യൂ ടു ഡു ദാറ്റ്. ഈ അസോസിയേഷനിൽ കൂടെ ഇവരുടെയും പ്രവർത്തികളിലും കൂടെയും നമ്മുടെ അതിനകത്തുള്ള ഒരു മീഡിയ പാർട്ട്ണറായിട്ടുള്ള ഞങ്ങളുടെ ഒരു അസോസിയേഷനിൽ കൂടെ കുറേ നല്ല കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. വികസനം കടന്നെത്തിയിട്ടില്ലാത്ത മേഖലകളിലും അവഗണിക്കപ്പെട്ട പദ്ധതികൾക്ക് പുനർജീവൻ നൽകാനും ഈ സംയുക്ത സംരംഭം ഒരു മുതൽക്കൂട്ടാവുമെന്ന് ഫ്രാറ്റ് പ്രസിഡന്റ് പട്ടം ശശിധരൻ നായർ പറഞ്ഞു. എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ആലോചിച്ചപ്പോൾ ഇവിടുത്തെ ദൃശ്യമാധ്യമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംരംഭമായ എസിവി ജനങ്ങളുടെ ആവശ്യം എവിടെയെല്ലാം എന്തെങ്കിലും ഒരു ഒറ്റപ്പെട്ട സംഭവം ഉണ്ടായാൽ തന്നെയും അതിനെ ഭംഗിയായി ഫോക്കസ് ചെയ്തുകൊണ്ട് ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു സംഘടന ഇതുമായിട്ട് ഞങ്ങൾ ടൈപ്പ് ഉണ്ടായാൽ തീർച്ചയായും ഫ്രാറ്റ് ചെയ്യുന്ന കാര്യങ്ങളും അത് ജനങ്ങൾക്ക് ഗുണകരമായി ചെയ്യുന്ന കാര്യങ്ങളും വെളിച്ചത്ത് വരും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. പ്രാദേശികമായ വാർത്തകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് വികസനവുമായി ലിങ്ക് ചെയ്ത് ഉള്ള പ്രവർത്തനമാണ് എസിവി ഇതേപ്പറ്റി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ഈ രണ്ട് സംഘടനകളും കൂടി ഒന്നു ചേർന്നുകൊണ്ട് പ്രത്യേകിച്ച് തലസ്ഥാന ജില്ലയുടെ വികസന കാര്യങ്ങളിലും മൊത്തമുള്ള രാജ്യത്തിൻ്റെ വികസന കാര്യങ്ങളിലും കൂടുതൽ പങ്കാളികളാകുന്നതിനും വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനും മുടങ്ങിക്കിടക്കുന്ന പരിപാടികളെയും പദ്ധതികളെയും പൊതുജന ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനുമാണ് ഈ ടൈപ്പ്. അതായത് ഈ ധാരണയിൽ രണ്ട് മുഖ്യധാര മാധ്യമങ്ങൾ, ഒരു സാമൂഹ്യ സംഘടനയും ഒരു മാധ്യമവും രംഗത്ത് വന്നിരിക്കുന്നത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ഇരു പ്രസ്ഥാനങ്ങളും യോജിച്ച് പ്രവർത്തിക്കും. ഫ്രാറ്റ് വഴി ബ്രോഡ്ബാൻഡ് ഡിജിറ്റൽ HD കണക്ഷൻ എടുക്കുന്നവർക്ക് പ്രത്യേക ഇളവും നൽകും. ഏഷ്യാനെറ്റ് സാറ്റ്കോം ഭാരവാഹികളായ റെജി മാത്യു, അനൂപ് ജി, അനിൽകുമാർ കെ, ഫ്രാറ്റ് രക്ഷാധികാരികളായ അഡ്വക്കേറ്റ് പുഞ്ചക്കര ജി രവീന്ദ്രൻ നായർ, സി മനോഹരൻ നായർ, എ ഗോപകുമാർ, സുഗന്ധി എ നായർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.